खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിസ് വീക്ക് ഹുസൂർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് രണ്ട് മുലാഖാത്തുകളുടെ ഹൈലൈറ്റ്സ് ആണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് നോർവേയിലെ ലജന മെമ്പേഴ്സിൻ്റെയും രണ്ട് USA ഖാദിമിങ്ങളുടെയും. ശനിയാഴ്ച നോർവേയിലെ ലജനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൂടെയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ലജന മെമ്പേഴ്സ് നോർവേയിലെ അവർക്ക് ലജനകൾക്ക് അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. ലജന മെമ്പേഴ്സ് ഇതിന് പ്രത്യേകം യാത്ര ചെയ്താണ് വന്നത് ഇസ്ലാമാബാദിൽ. മുലാഖാത്തിൽ ലജന അംഗങ്ങൾക്ക് ഹുസൂർ തങ്ങളുടെ മതത്തെ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. എല്ലാവരും ചിന്തിക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് അഹമ്മദികളാണ് എന്നുള്ളതുകൊണ്ട്. നമ്മളെ ഒരുപാട് ആൾക്കാർ മോശമായിട്ട് പറയാറുണ്ട്. സ്വീഡനിലാണെങ്കിലും നമ്മൾ മറ്റേത് രാജ്യത്താണെങ്കിലും നമ്മളെ മോശക്കാരായിട്ടാണ് പറയുന്നത്. നമ്മളെ മോശം പറയുമ്പോൾ പിന്നെ നമ്മൾ അഹമ്മദി ആയതിൻ്റെ പ്രയോജനം എന്താണ്? അഹമ്മദി ആണെന്നതിൻ്റെ പ്രയോജനം നമ്മൾക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് അഹമ്മദി ആണെന്നുള്ളത്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൂർത്തിയായി, അതിൽ നമ്മൾ വിശ്വസിച്ചു, അതുകൊണ്ട് നമ്മൾ അഹമ്മദികളായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അമൽ എന്തായിരിക്കണം, നമ്മൾ എത്രമാത്രം ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് ജീവിച്ചു, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ ആരാധനയുടെ കടമ നമ്മളെങ്ങനെ നിറവേറ്റി, 5 നേരം നമസ്കാരം നിർവഹിച്ചോ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ, ആ കൽപ്പനകൾ എന്തൊക്കെ നമ്മൾ അന്വേഷിച്ചോ, അത് അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ അഹമ്മദി ആണെന്നുള്ള പ്രയോജനം അപ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ലേബൽ ഉണ്ടായതുകൊണ്ട് ഒരു ഗുണവുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഓരോ കുട്ടിയും ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ടതുണ്ട്, നാം അഹമ്മദികൾ എന്തുകൊണ്ടാണ് എന്ന്, നമ്മുടെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ആ കടമകൾ നമ്മൾ എങ്ങനെ പൂർത്തിയാക്കണമെന്ന്, ഈ രാജ്യത്ത് എങ്ങനെയാണ് നമുക്കെങ്ങനെ മാതൃക കാണിക്കാൻ സാധിക്കുന്നത്, അത് മുഖേന അഹമ്മദത്തിൻ്റെ തബ്ലീഗ് ഉണ്ടാവണം, അഹമ്മദത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കണം. ഈ സമൂഹത്തിൽ നിന്ന് ജമാഅത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം ലോകത്ത് എത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൊടിക്കയിലേക്ക് എല്ലാവരും കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലിയ പെൺകുട്ടി മുതിർന്ന സ്ത്രീ ആണെങ്കിലും ഈ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനാണ് ലജന സ്ഥാപിച്ചിട്ടുള്ളത്, ഇതിനാണ് ലജനയുടെ വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലാണ് തെർബിയത്തും തബ്ലീഗും മറ്റു വകുപ്പുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ അവസ്ഥകളെ നമ്മൾ ആളുകൾ കാണുന്ന രീതിയിൽ നമ്മുടെ മാതൃക മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷകരാകുന്ന തരത്തിലാക്കി തീർക്കുക. അതുപോലെ തന്നെ അള്ളാഹു ദിവസം കാണിക്കട്ടെ നമ്മുടെ രാജ്യത്തും നിങ്ങളുടെ രാജ്യത്തും ഭൂരിപക്ഷ ആളുകളിൽ ഇത് പ്രചരിക്കണം. ഇതാണ് ലക്ഷ്യം, ഇതാണ് ലജനൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ഒരു വിലയിരുത്തുക. ഹുസൂർ അൻവർ ലജന അംഗങ്ങൾക്ക് അവർ ഇസ്ലാമാബാദ് വന്നതിനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾ താമസിക്കുന്നു, ഇവിടെ നിങ്ങൾ താമസിക്കുക, ഇവിടെ നിങ്ങൾ നമസ്കരിക്കുക, ദുആ ചെയ്യുക, നിങ്ങൾ സ്വന്തം അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, ദുആ ചെയ്യുക. അത് നമ്മുടെ അവസ്ഥകൾ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പുള്ള അവസ്ഥകൾ നന്നായിരിക്കണം ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ ആയാൽ അപ്പോഴേ പ്രയോജനമുള്ളൂ. അല്ലേ മോളെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിനക്ക്? നീ നല്ല പെൺകുട്ടിയായിരിക്കണം, അഹമ്മദി പെൺകുട്ടി ആവണം, മറ്റുള്ളവരോട് പറയണം അഹമ്മദ് എന്താണ് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ഇസ്ലാമിലേക്ക് മറ്റുള്ളവർക്ക് ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഉമ്മിപ്പം മത ആയതുകൊണ്ട് മാത്രമേ പോരാ. ഒരു ലജന അംഗം ഖിലാഫത്തിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങളെ എന്നും സേവിക്കാനുള്ള തൗഫീഖിന് ഹുസൂറിനോട് അപേക്ഷിച്ചു. വാസ്തവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദിയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മാതൃക സ്ഥാപിക്കുക. ലൗകികതയിൽ നമ്മൾ വിഹരിക്കരുത്,
നമുക്ക് ലൗകികത ലഭിക്കുന്നതാണ്. അത് ദീനിനെ അന്വേഷിക്കലാണ് വാസ്തവത്തിൽ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മുലാഖാത്തിൽ പങ്കെടുത്ത ഒരു അംഗം 5 നേരം നമസ്കരിക്കാത്ത പിതാക്കന്മാരുടെ മക്കൾക്ക് ഉണ്ടാകാവുന്ന മോശം സ്വാധീനത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഞാൻ പല പ്രാവശ്യം പല പ്രസംഗങ്ങളിലും ലജനകളിലും അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ പുരുഷന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർ അവരുടെ മാതൃക കാണിക്കണമെന്നുള്ളത്. എന്നാൽ സ്ത്രീകൾ അവരോട് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നാം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്, അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. പിതാവിനക്കളോട് പറയുക, നല്ല മാതൃക നിങ്ങൾ സ്ഥാപിക്കണം കുട്ടികളുടെ മുമ്പാകെ എന്ന്. മനസ്സിലായോ? നമുക്ക് ഓരോ ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ കലഹിച്ച് കാര്യം വഷളാക്കരുത്. കാരണം ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവളെ യുക്തിപരമായിട്ട് കുട്ടികളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുക. പിതാക്കൾക്കും അങ്ങനെ പറഞ്ഞു. അത് മുസ്ലിം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തില്ലാത്ത മതമേ അല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കുക, വലിയ മുതിർന്നവർക്കും പറഞ്ഞു. അള്ളാഹുവിൻ്റെ കടമ നമ്മൾ നിറവേറ്റേണ്ടതാണ്. ഷഹാദത്തിന് ഉയർന്ന സ്ഥാനമാണുള്ളത്. പുരുഷന്മാർ യുദ്ധത്തിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ അഹ്മദി ആയതുകൊണ്ട് ഷഹീദായി ഈ സ്ഥാനം കരസ്ഥമാക്കുന്നു. ആത്മാവിനോടുള്ള ജിഹാദിന് ഷഹാദത്തിൻ്റെ തുല്യമായ പദവി ലഭിക്കുമോ? സ്ത്രീകൾക്ക് എങ്ങനെ ഈ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും? സ്ത്രീകളും പാകിസ്ഥാനിൽ ഷഹീദായിട്ടുണ്ട് 3-4 പേരുകൾ. അവർ ആ മക്കാം അങ്ങനെ അവർ കരസ്ഥമാക്കേണ്ടി വരും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. ഒരു സ്ത്രീ വന്നു, പുരുഷന്മാർ അവർ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നു, ഒരുപാട് സമ്പാദിക്കുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, അവിടെ ജിഹാദ് ചെയ്യുന്നു, അവർ ഷഹീദും ആവാറുണ്ട്, അവർക്ക് ആ മക്കാമ് ലഭിക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ്, നമുക്കെങ്ങനെ ഈ സ്ഥാനം ലഭിക്കാൻ സാധിക്കും? ആ സമയത്തും ചില ഉമ്മമാരെ പോലുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരായിരുന്നു. മറ്റു ചില സ്ത്രീകളുണ്ടായിരുന്നു. അവർ യുദ്ധ വൈഭവം അവർ കാണിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയുണ്ടായി, എന്നാൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ, നിങ്ങൾ വീടിനെ സംരക്ഷിക്കുകയാണെങ്കിൽ, കുട്ടികളെ പരിപാലിക്കുകയാണെങ്കിൽ, വീട്ടിൽ മത അന്തരീക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മക്കാമും അത് ഷഹീദുകളുടെ മക്കാമും ആയിരിക്കും. അത്ര തന്നെ പ്രതിഫലം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അത് നിങ്ങളുടെ ജിഹാദായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് അള്ളാഹു സ്ത്രീകളുടെ ചുവടുകൾക്ക് കീഴിലാണ് സ്വർഗം വെച്ചിട്ടുള്ളത്, പുരുഷന്മാരതല്ല. അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാണ്. ഷഹീദ് സ്വയം ജന്നത്തിലേക്കല്ല പോവുക, നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ തെർബീയത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഇന്ന് ലോകത്ത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നു. ഇതിൽ ആളുകൾ ചോദിക്കുന്നു, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ അക്രമം നടക്കുന്നു? മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ലേ? അള്ളാഹു എപ്പോഴാണ് പറഞ്ഞത്? എല്ലാവരും എന്നെ വിശ്വസിക്കുന്ന എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ശൈത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദം സന്തതികളെ വശീകരിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അവർ കേൾക്കുകയില്ല എന്നാണ്. അള്ളാഹു പറഞ്ഞു, ശരി, നിൻ്റെ പിന്നാലെ ആളുകൾ വരില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല, നിൻ്റെ ശൈത്താൻ്റെ പിന്നാലെ പോകുമെന്നാണ്. അങ്ങനെ പോകുന്നവരെ നരകത്തിൽ ഞാനിടുന്നതായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുന്നത് ശൈത്താൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. അതായത് ശൈത്താൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അവർ അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ അക്രമികളെ, ഈ ലോകം ശാശ്വതമാണല്ലോ, ഒരു 80-100 വർഷം വരെ ഉണ്ടാവുള്ളൂ, അത് അവരെ അള്ളാഹു നരകത്തിലിടുന്നതായിരിക്കും, അങ്ങനെ അക്രമം ചെയ്യുന്നവരെ. ചിലർ ഈ ലോകത്തും ചിലർ സ്ത്രീകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹു അവരുടെ ചില സമയത്ത് അള്ളാഹു ചില പുരുഷന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേക്കാം. അള്ളാഹു പറയുന്നു, ഞാൻ അങ്ങനെ അക്രമം ചെയ്യുന്നവരെ ഒരുപാട് ശിക്ഷ നൽകുമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞിട്ട്, നിങ്ങൾ ശൈത്താൻ്റെ പിന്നാലെ പോകരുത്, ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്, ഇത് നല്ലതാണ്, ചീത്തയാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ കാര്യം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. ഈ ലോകത്തും നിങ്ങൾ സുഖമായി ജീവിക്കും, നിങ്ങൾ അടുത്ത പരലോകത്തും നിങ്ങൾ സുഖത്തിലായിരിക്കും. എന്നാൽ നിങ്ങൾ ശൈത്താൻ്റെ പിന്നാലെ എന്നാൽ ഞാൻ കുറേ സമ്പാദിച്ചു, ഞാൻ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അവസ്ഥ വളരെ നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ലോകത്തും ഞാൻ നിങ്ങൾ നരകത്തിലിടുന്നതായിരിക്കും. അള്ളാഹു കൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഗതി. ഞാൻ നിങ്ങൾക്ക് ഫ്രീ വിൽ തന്നിരിക്കുന്നു, നിങ്ങൾ മനുഷ്യന് യുക്തിബോധം നൽകിയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോകത്ത് സമാധാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ശൈത്താൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അക്രമം ഉണ്ടാവും. ഈ ലോകത്തും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും, അടുത്ത ലോകത്തും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. ഇത് അള്ളാഹു ഇല്ല എന്നുള്ളതിനുള്ള തെളിവൊന്നുമല്ല. അള്ളാഹു ഉണ്ട്, തീർച്ചയായും. അള്ളാഹു
അള്ളാഹു തീർച്ചയായും ഉണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു, നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. തിങ്കളാഴ്ച ഹുദ്ദാം USA അവർക്ക് ഹുസൂർ തിരുമനസ്സിനെ മുലാഖത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 31 ഖാദിമ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമാബാദിൽ ഈ മുലാഖത്തിന് വേണ്ടി വന്നു. മുലാഖാത്തിൻ്റെ സമയത്ത് അവർ തങ്ങളെ പരിചയപ്പെടുത്തുകയും ഹുസൂർ തിരുമനസ്സിൻ്റെ മാർഗദർശനം സമാലിക സംഭവം സംബന്ധിച്ച് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിരവധി ആയുധ കമ്പനികളുണ്ട്. ഈ കമ്പനികൾ ഇസ്രായേലിന് നിരവധി ആയുധങ്ങൾ നൽകാറുണ്ട്. ജമാഅത്തിലെ എനിക്ക് അറിയുന്ന ആളുകളും പരിചയമുള്ള ആളുകളും ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഹുസൂർ, ഞങ്ങൾ ഈ കമ്പനികൾ ജോലി ചെയ്യുന്നത് അനുവദനീയമാണോ? നിർബന്ധിത അവസ്ഥയിൽ പന്നിമാംസം ഹലാലാണെന്ന് ഖുർആനിൽ എഴുതിയിട്ടുണ്ടല്ലോ, തിന്നാമെന്ന് പറയുന്നുണ്ടല്ലോ. പന്നിമാംസവും നിങ്ങൾക്ക് തിന്നാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് നിർബന്ധിത അവസ്ഥയാണെങ്കിൽ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ നിയത്തോട് കൂടിയിട്ടല്ലല്ലോ നമുക്ക് ഇസ്രായേലിന് സപ്ലൈ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണല്ലോ, ഡിഫൻസിന് വേണ്ടിയിട്ടാണല്ലോ തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇസ്രായേലിന് സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുഡാനിൽ അവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇറാഖിലും കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ ജായിസായിരുന്നു, അവിടെ അനുവദനീയമായിരുന്നോ? അല്ല, അവിടെയും അനുവദനീയമായിരുന്നു, ജായിസായിരുന്നില്ല. എന്നാൽ നിങ്ങൾ അവരുടെ ജോലിക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനി തുടങ്ങിക്കൊള്ളുക, ഫാക്ടറി തുടങ്ങിക്കൊള്ളുക. അങ്ങനെ അഹമ്മദികളാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർ ലോൺസ് ഓഫ് എൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുക. ഒരു ഖാദിം അമേരിക്കയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ നയങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് എനിക്കറിയില്ല. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അമേരിക്കക്കാരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തൻ്റെ മുൻ ഭരണകാലത്ത് അദ്ദേഹം ലോകത്തിലെ മറ്റുള്ളവർക്കും എളുപ്പം സൃഷ്ടിച്ചു. അദ്ദേഹം യുദ്ധങ്ങളിലേറെയൊന്നും ഏർപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയും സ്ഥിരമായ വെടിനിർത്തൽ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇപ്പോൾ അവർ പറയുന്നു. അത് സംഭവിക്കില്ല, അത് താൽക്കാലികമാണ്. കൂടാതെ ഭൂമിയുടെ അത്തരം പ്രദേശങ്ങൾ പിന്നീട് പിടിച്ചെടുക്കാൻ അദ്ദേഹം അവരുമായി രഹസ്യമായ വല്ല കരാറും ഉണ്ടാക്കിയിരിക്കാം. ലോകത്തിലെ സംഘർഷങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കും. ഇപ്പോൾ അവർ ടിക്ടോക്ക് നിരോധിച്ചു എന്ന് പറഞ്ഞു. അവർ ചൈനയ്ക്കെതിരെ അത്തരം നടപടികൾ സ്വീകരിച്ചതിൽ ശരിക്കും സന്തോഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പണം ആവശ്യമുള്ളതിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർ നൽകൂ, എന്നാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ ടിക്ടോക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണം ലഭിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. എവിടെയെങ്കിലും സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നാൽ അദ്ദേഹം തൻ്റേതായ വഴികൾ തേടും. അതിനാൽ ആര് വന്നാലും ഇതേ മാനസികാവസ്ഥയോടെ വരുന്ന അമേരിക്കയിൽ ഒരു വിശുദ്ധ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും അഹമ്മദികളാക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ബ്യൂറോക്രസിയിലോ ബിസിനസ്സിലോ അത്തരമൊരു സ്ഥാനത്തെത്താൻ അഹമ്മദികൾക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മുക്കാമി മജ്ലിസും ഇതര മജ്ലിസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുഹത്തമദ് മക്കാമി അല്ലെങ്കിൽ കായിദ് മക്കാമിയെ തിരഞ്ഞെടുപ്പ് കൂടാതെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഒരു വ്യത്യാസവുമില്ല. മറ്റെല്ലാ മജ്ലിസുകളെയും പോലെ ഇതും ഒരു മജ്ലിസാണ്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമാണെന്നതിനാൽ ഞങ്ങളിതിനെ മുക്കാമി എന്ന് വിളിക്കുന്നു. അമേരിക്കയിലെ ജമാഅത്തിൻ്റെ സമ്പ്രദായം എന്തായാലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണ്. ആസ്ഥാനം മേരിലാൻഡിലാണെങ്കിലും നിങ്ങളുടെ അമീർ 4000 മൈൽ അകലെയാണ് താമസിക്കുന്നത്. നിങ്ങളുടെ സെക്രട്ടറി തഹരീക ജദീദ് 5000 മൈൽ അകലെയാണ് താമസിക്കുന്നത്. പിന്നെ വേറൊരാൾ വെസ്റ്റ് കോസ്റ്റിലും മറ്റൊരു സെക്രട്ടറി വെസ്റ്റ് കോസ്റ്റിൻ്റെ മറുവശത്തും താമസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ദേശീയ ആമില പോലും വളരെ ചിതറിക്കിടക്കുകയാണ്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾക്കൊരു സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു ആസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചത്. അമീർ അവിടെ വരേണ്ടതുണ്ട്. അത് 2 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും ശരി. അത് ആസ്ഥാനമായതിനാൽ അവിടെയുള്ള മജ്ലിസിനെ മുഖാമി എന്ന് വിളിക്കുകയും അതിൻ്റെ കായിദിനെ മുഹത്തമിം എന്ന് വിളിക്കണമെന്ന് നിയമാവലിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിനാലാണ് അദ്ദേഹത്തെ മുഹത്തിം മക്കാമി എന്ന് വിളിക്കുന്നത്. അതിനാൽ ഉത്തരവാദിത്തങ്ങൾ ഒരു കായിദിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തെ കായിദ് എന്ന് വിളിക്കുന്നതിന് പകരം മുഹത്തമിം എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഉത്തരവാദിത്തങ്ങൾ കായിദിൻ്റേതാണ്. തെരഞ്ഞെടുപ്പിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കായിദിനെ സെലക്ടോ ചെയ്യാം, എന്നാൽ മുഹത്തമിം മക്കാമി തിരഞ്ഞെടുക്കപ്പെടുകയല്ല. അദ്ദേഹം സദറിൻ്റെ ആമിലയിൽ അംഗമായതിനാൽ
സദർ തന്നെ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയോ അക്കാലത്തെ ഖലീഫയിലേക്ക് ശുപാർശ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസമില്ല. ഹുസൂർ, ചില സർജറി പോലുള്ള ചികിത്സകളിൽ രോഗികൾക്ക് അപകടം പറ്റാനോ രോഗി മരിച്ചു പോകാനോ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടർമാർക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. മനസ്സിൽ ഇത്തരം സർജറികളെക്കുറിച്ച് ഡോക്ടർമാർക്ക് ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ മറ്റു രോഗികളുടെ ചികിത്സയെ ബാധിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഹുസൂർ എന്ത് നിർദ്ദേശമാണ് നൽകുന്നത്? ധൈര്യമില്ലാത്തൊരു വ്യക്തി ഡോക്ടറാകാൻ പാടില്ല. ഒരു ഡോക്ടർക്ക് നല്ല ധൈര്യവും തൻ്റെ വികാരം നിയന്ത്രിക്കാനും കഴിയണം. അയാൾ ധീരനായിരിക്കണം. ഏത് സാഹചര്യത്തിലും 100% ആളുകൾ നിങ്ങൾ ചികിത്സ കൊണ്ട് സുഖം പ്രാപിക്കുന്ന എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് ചികിത്സ തേടണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്യുമ്പോൾ ഹുവ ഷാഫി, അവൻ രോഗശാന്തി നൽകുന്നവനാണെന്ന വാക്കുകൾ ഓർമ്മിക്കുക. അങ്ങനെ ചെയ്താൽ ഷാഫിയായ അവൻ നമുക്ക് ചെയ്യുന്നത് ശ്രമം നടത്തുകയും ഭൗതിക മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. എന്നാൽ അള്ളാഹു മാത്രമാണ് രോഗശാന്തിയും ചികിത്സയും നൽകുന്നത്. രോഗശമനം നൽകുന്നത് ഡോക്ടറല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും നടപടിക്രമം ശസ്ത്രക്രിയ അല്ലെങ്കിൽ ചികിത്സ നടത്തുമ്പോൾ ഹുവ ഷാഫി എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ആശങ്കകൾ സ്വാഭാവികമായി ഇല്ലാതാകും. നിങ്ങളുടെ വൈദഗ്ധ്യം മൂലമാണ് നിങ്ങൾ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവർ എല്ലായ്പ്പോഴും രോഗിയിൽ നിന്നോ അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സമ്മതം വാങ്ങുന്നത്? കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദികളല്ല. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആദ്യമേ പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ രോഗിയോട് ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ ഡോക്ടർ എന്താണാവോ ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടത് രോഗിയാണ്. അവൻ മരിച്ചാലും അവർ ഉത്തരവാദികളാണ്. അപ്പോൾ എന്താണ് സമ്മർദ്ദത്തിന് കാരണം? അതുകൊണ്ടാണ് അമേരിക്കയിൽ ഡോക്ടർമാർ ഇൻഷുറൻസ് ഘടിപ്പിക്കുന്നത്. രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കൊന്നും കൊടുക്കേണ്ടി വരില്ല. ഇൻഷുറൻസ് കമ്പനി രോഗിക്ക് നഷ്ടപരിഹാരം നൽകും. ഇതാണ് അവർ ചെയ്യുന്നത്, അല്ലേ? എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ഇവിടെ ഇല്ല. അമേരിക്കൻ ഡോക്ടർമാർക്ക് ഇപ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ എന്താണ് സമ്മർദ്ദം? സ്വന്തം ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹുവ ഷാഫി എന്ന് ഒരാൾ ചൊല്ലുമ്പോൾ ഉത്തരവാദിത്വം സർവശക്തനായ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഒരു പക്ഷേ ഒരു ഖുതുബയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഡോക്ടർമാർ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഡോക്ടർമാരോട് വളരെ വിശദമായി ഉപദേശിച്ചിട്ടുണ്ട് അവർ ഹുവ ഷാഫി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. വിശുദ്ധ ഖുർആനിലും ഇത് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. എനിക്ക് അസുഖം വരുമ്പോൾ അള്ളാഹുവിനെ സുഖപ്പെടുത്തുന്നു എന്ന് അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായിരുന്നു. ഹുസൂർ, എനിക്ക് 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, അലൈന. കുട്ടിയെ പബ്ലിക് സ്കൂളിൽ ചേർക്കുന്നതാണോ അതല്ല വീട്ടിൽ പഠിപ്പിക്കുന്നതാണോ നല്ലത്? ചിലപ്പോൾ അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷനും ജെൻഡർ എഡ്യൂക്കേഷനും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവർക്ക് വീട്ടിൽ തന്നെ വിദ്യാഭ്യാസം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വേറെ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അവളെ സ്കൂളിൽ ചേർക്കാം. തുടർന്ന് അവർ ഈ വിഷയങ്ങൾ 4, 5, 6 ക്ലാസ്സുകളിൽ ഇത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അവരെ പബ്ലിക് സ്കൂളിൽ നിന്ന് എടുത്ത് ഹോം സ്കൂൾ വിദ്യാഭ്യാസം നടത്താം. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ അവളെ സ്കൂളിലേക്ക് അയക്കാം. ഇത് പ്രയോജനകരവും അവർക്ക് സാമൂഹിക ബന്ധവും ലഭിക്കും. നിങ്ങൾ അവരെ വീട്ടിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിനൊപ്പം പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ സ്വയം യാത്രകൾ കൊണ്ടുപോകേണ്ടി വരും. ഉദാഹരണത്തിന് കാൽനട, വിനോദയാത്ര, ഉല്ലാസയാത്ര അല്ലെങ്കിൽ ബോട്ടിംഗ് ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വയം ചെയ്യണം. നിങ്ങൾക്കതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. 12ാം ക്ലാസ് വരെയൊന്നും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ലിംഗ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ പഠിപ്പിക്കുന്നില്ല. അവർ ഇത് പ്രധാനമായും 4, 5, 6 ക്ലാസ്സുകൾ ചെയ്യുന്നത്. ആ സമയത്താണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ മലിനമാക്കാൻ ശ്രമിക്കുന്നത്. അതിനാൽ അതിനുശേഷം നിങ്ങൾക്ക് സാഹചര്യം നിരീക്ഷിച്ച് അവരെ പബ്ലിക് സ്കൂളിൽ ചേർത്തുകൊള്ളുക. എന്നിരുന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് കുട്ടികൾ എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്വപ്നങ്ങളുടെ പ്രാധാന്യം എന്താണ്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അള്ളാഹു സ്വപ്നത്തിൽ നമ്മൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്ന്? നമ്മുടെ സ്വപ്നങ്ങളിൽ സർവശക്തനായ അള്ളാഹു നമ്മെ നയിക്കുന്നത് എന്താണെന്ന് നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ കഴിയും? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രം എല്ലാവർക്കും അറിയാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടെത്താൻ സ്വപ്നങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അറിയുന്ന ഒരാളോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കിടാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ആരോടെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുമെങ്കിൽ അത് നല്ലതോ ചീത്തതോ ആവട്ടെ, നിങ്ങൾ ദാനധർമ്മങ്ങൾ സദക്ക നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ അള്ളാഹു അതിൻ്റെ നല്ല ഫലങ്ങൾ നൽകും. ചില സ്വപ്നങ്ങൾ യഥാർത്ഥ സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ളതും സത്യസന്ധവുമായ സ്വപ്നങ്ങളാണ്. അതേസമയം പൈശാചിക സ്വാധീനമുള്ള സ്വപ്നങ്ങളും ഉണ്ടാകാം. ചിലത് ഒരാളുടെ ചിന്തകളുടെ ഉൽപ്പന്നം മാത്രമാണ്. ആ ദിവസം ഒരാൾ അനുഭവിച്ചതെല്ലാം സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. സാധാരണയായി ഒരു വ്യക്തിക്ക് രാത്രിയിൽ 4, 5 സ്വപ്നങ്ങൾ അനുഭവപ്പെടുമെന്ന് സൈക്കാസ്ട്രികൾ പറയാറുണ്ട്. ചിലത് നമുക്ക് ഓർമ്മിക്കാൻ കഴിയും, മറ്റുള്ളവ നമുക്ക് കഴിയില്ല. ചിലപ്പോൾ ഒരു വ്യക്തി ഉണരുകയും വാസ്തവത്തിൽ അവർ സ്വപ്നം കാണുകയും അവരുടെ സ്വപ്നങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ തനിക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലെന്ന് കരുതുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഓർമ്മിക്കാനും വിലയിരുത്താനും അതിലെന്തെല്ലാം സന്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വിശകലനം ചെയ്യാനും കഴിയുന്ന സ്വപ്നങ്ങൾ.
നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഹസ്രത്ത് യൂസഫിൻ്റെ കാലത്ത് രാജാവിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കേണ്ടി വന്നവർ അത് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നം മാത്രമാണെന്ന് കരുതി. എന്നിരുന്നാലും ഹസ്രത്ത് യൂസഫ് അലൈഹിസ്സലാം സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയും 7 കതിരുകൾ, 7 പശുക്കൾ, ക്ഷാമം, സമൃദ്ധി ഇവ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. അതെല്ലാം അത് പരാമർശിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ച് ദാനധർമ്മങ്ങൾ മാത്രം നൽകുക. ഇതാണ് ലളിതമായ പരിഹാരം. നിങ്ങളൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു സ്വപ്നം കാണുകയും ഒരാൾ സദ്ഗുണങ്ങളിലേക്കും നന്മയിലേക്കും ഉത്ബോധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അള്ളാഹു നിങ്ങൾക്കായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതെന്നും അത് സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണെന്നുമാണ് അർത്ഥമാക്കുന്നത്. എന്നാലും ഒരു മോശം പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പൈശാചിക സ്വപ്നമായി കണക്കാക്കുക. രാഷ്ട്രീയത്തിലേർപ്പെട്ടിരുന്ന ഭൂവുടമകളായ സർഗോദയിലെ വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ രസകരമായൊരു സംഭവമുണ്ട്. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവരുടെ കുടുംബത്തിലെ പ്രായമായ ഒരാൾ അഹമ്മദിയായി. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് വളരെ പ്രായമായപ്പോൾ ഒരു മകൻ ജനിച്ചു. റബോയുടെ ആദ്യകാലങ്ങളിൽ തന്നെ റബോയിൽ ശരിയായ റോഡുകൾ പോലും നിർമ്മിക്കാത്തതും വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള സമയത്താണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം അവനെ അവിടെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തു. ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നതിനാൽ അദ്ദേഹം ഒരു മോട്ടോർ വാഹനത്തിൽ സ്കൂളിൽ വരുമായിരുന്നു. അതേസമയം റബോയിലെ ആളുകൾക്ക് അക്കാലത്ത് ഒരു തകർന്ന സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ദരിദ്രരായിരുന്നു. നഗരം മുഴുവൻ 1-3 കാറുകൾ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് കുട്ടി ജനിച്ചതിനാൽ അവൻ വിദ്യാഭ്യാസം നേടുകയും സദ്ഗുണങ്ങൾ ഉള്ളവനും ആവുകയും തീരണമെന്നും രാഷ്ട്രീയത്തിലോ കുടുംബത്തിലോ മറ്റു അംഗങ്ങളെ പോലെ ഏതെങ്കിലും തിന്മകളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ നമസ്കരിക്കാനും മസ്ജിദ് മുബാറക്ക് കൊണ്ടുവരാനും അദ്ദേഹം എല്ലായ്പ്പോഴും മകനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം മരിച്ചു, ഭാര്യയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും മകനും മാത്രമായിരുന്നു. അവർക്കൊരു വലിയ വീടുണ്ടായിരുന്നെങ്കിലും അവർ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു ഉറങ്ങാറ്. ഒരു ദിവസം കായിദ് അല്ലെങ്കിൽ സദർ സാഹിബ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലായ്പ്പോഴും നിങ്ങളോട് നമസ്കരിക്കാൻ നിങ്ങൾ പരാതിപ്പെടുന്നത് പോലെ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നല്ലോ, മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിസ്കരിക്കൂ. അദ്ദേഹവും അങ്ങനെയായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് പറയുകയുണ്ടായി, ഉപ്പ, ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഇന്നലെ രാത്രി സ്വപ്നത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ നീ നമസ്കരിക്കേണ്ട എന്ന്. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ ഈ മുറിയിലാണല്ലോ താമസിക്കുന്നത്. എൻ്റെ കട്ടിൽ വാതിലിനടുത്താണ്. നിൻ്റെ കട്ടിലും മറുവശത്ത് മതിലിനോട് ചേർന്നിട്ടാണുള്ളത്. അപ്പോൾ അത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഇതിന് എന്നോട് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കട്ടിലിന് മുകളിലൂടെ ചാടി കടന്നു വന്നു എന്നാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പറയാതിരുന്നത്, പ്രാർത്ഥിക്കരുതെന്നത്? അദ്ദേഹത്തിനും എന്നോട് പറയാമായിരുന്നല്ലോ, ഞാനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുമായിരുന്നു. അതിനാൽ വ്യാജ സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തുക. അതിനാൽ ആളുകൾക്കും ഇതുപോലെ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരാൾ സ്വപ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും പ്രത്യേകിച്ച് ഒരു വ്യാജ സ്വപ്ന നബി തിരുമേനിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ ശാപുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിൻ്റെ 50 മുതൽ 60 വരെയുള്ള പേജുകൾ വായിച്ചാൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്വപ്നങ്ങളുടെ ആശയവും അതിൻ്റെ പ്രാധാന്യവും യാഥാർത്ഥ്യവും ഒക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ പക്വതയുള്ളവരാണ്, കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോകുന്നവരാണ്. അതിനാൽ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മതിയായ അറിവുണ്ടായിരിക്കണം. നിങ്ങൾ ആദ്യം 50 മുതൽ 60 പേജുകൾ വരെ വായിച്ചാൽ സ്വപ്നങ്ങളുടെ ആശയവും നല്ല സ്വപ്നം ചീത്ത സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2005 ഹുസൂർ ഖാദിയാനിൽ പോയപ്പോൾ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഹുസൂറിൻ്റെ വൈകാരിക അവസ്ഥ എന്തായിരുന്നു? എല്ലാ അഹമ്മദിക്കും ഉണ്ടാവുന്നത് പോലെ തന്നെ അങ്ങനെ ദുആ ചെയ്യുക. 91 ഞാൻ ചെന്നപ്പോൾ ആ സമയത്തും എനിക്ക് വികാരം ഉണ്ടായിരുന്നു. അത് മസീമൂദ് സ്വലാത്തു വസ്സലാം ഖബറിൽ ചെന്നിട്ട് അതേ വികാരം തന്നെയാണ് എനിക്ക് 2005 ഉണ്ടായിരുന്നത്. മസീമൂദിൻ്റെ ദർജ ഉയർത്താൻ വേണ്ടിയിട്ടും ജമാഅത്തിന് പുരോഗതി നൽകാനും നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ തീരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ വികാരങ്ങൾ മനുഷ്യൻ അത് പ്രകടിപ്പിക്കാറുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ഫീലിംഗ് ഉണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളും, എന്നാലും വികാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. ഇന്നത്തെ മുലാഖാത്ത് കഴിഞ്ഞു. ഖുദാങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു. ഖലീഫത്തുൽ ഹാമിസുമാൻ അവർക്ക് ഗിഫ്റ്റും ലഭിച്ചു. അല്ലാഹ് ഹാഫിസ്.
ഇതായിരുന്നു ഹൈലൈറ്റ്സ് മുലാഖാത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന. ഇനി ഇതിൻ്റെ ഫൈനൽ സെഗ്മെൻറ്റിലേക്ക് ഫ്രൈഡേ സെർമൺ ഖുതുബ സംഗ്രഹം. ഇന്നത്തെ ഖുതുബയിൽ ഹുസൂർ അല്ലാഹു തആല ബിൻ അസീസ് 2 യുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഹുസൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹുസൂർ അല്ലാഹു തആല ബിൻ അസീസ് ഇസ്ലാമിൻ്റെ സഹിഷ്ണുതാപരമായ അതൊരു മിതപരമായ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു. ഇസ്ലാം അതിമിതത്വത്തെയും അമിതത്വത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് വളരെ വിശാലമായ നിലയിൽ ലോകത്ത് യഥാർത്ഥ സമാധാനം സ്ഥാപിക്കുന്ന സന്ദേശങ്ങളാണ് നൽകുന്നത്. അതായത് ജസാഉ സയ്യത്തിൻ സയ്യത്തും മിസ്ലുഹ വമൻ അഫാ വ അസ്ലഹ വജ്റുഹു, അതായത് ഓരോ തിന്മക്കും അതിനനുയോജ്യമായ നിലയിലെ ശിക്ഷയാണ്, അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ്. എന്നാൽ സാഹചര്യങ്ങൾ, അതായത് മാപ്പാക്കി കൊടുക്കുന്നതിലാണ് പരിഷ്കരണത്തിന് സാധ്യതയുള്ളതെങ്കിൽ, പ്രതീക്ഷയുള്ളതെങ്കിൽ അപ്പോൾ മാപ്പാക്കി കൊടുക്കുക, അവരോട് അങ്ങനെ മാപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. അങ്ങനെയുള്ള വ്യക്തിയെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. ഈ അധ്യാപനമാണ് ഇസ്ലാം ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ഒരു യുക്തിയുള്ള ഒരാൾക്കും തന്നെ ഇത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ മികച്ച ഒരു അധ്യാപനമാണെന്നല്ല, അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ എല്ലാ വശങ്ങളെയും അത് പരിഗണിച്ചിരിക്കുന്നു. ശിക്ഷ കൊടുക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് അതൊരു അനുയോജ്യമായ നിലയിൽ മാത്രമേ, പരിധി വിടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഖം വികൃതമാക്കുന്ന മൃഗീയമായ ആ രീതി തടയുകയുണ്ടായി. ക്രിസ്ത്യാനികൾ ഈ യേശുവിൻ്റെ സമാധാനപരമായ സന്ദേശം ഉണ്ടായിട്ടും അവർ കർമ്മപരമായി കാണിച്ചിട്ടുള്ള മൃഗീയതയും പൈശാചികതയും അതിനെ അവർ ചെയ്തിട്ടുള്ള ദ്രോഹപ്രവർത്തനങ്ങൾ അത് ലോകചരിത്രത്തിൻ്റെ തുറന്ന ഒരു പേജുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്.